തെക്കൻ ജപ്പാനിലെ ശാന്തതയ്ക്കും പ്രകൃതി രമണീയതയ്ക്കും പേരുകേട്ട ടോക്കര ദ്വീപസമൂഹം കഴിഞ്ഞ കുറച്ചാഴ്ചകളായി അസാധാരണമായ ഭൂകമ്പ പ്രവർത്തനങ്ങളാൽ പ്രകമ്പനം കൊള്ളുകയാണ്. ജൂൺ 21 ആരംഭിച്ച ഈ ഭൂകമ്പ പരമ്പര 1000-ലധികം ചലനങ്ങളോടെ ദ്വീപ് നിവാസികളുടെ ജീവിതം ഒരു പേടി സ്വപ്നമാക്കി മാറ്റിയിരിക്കുന്നു. ഈ പ്രതിഭാസം ജപ്പാന് മാത്രമല്ല, ലോകത്തെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തുകയാണ്. എന്താണ് ടോക്കരയിൽ സംഭവിക്കുന്നത്? ഈ ഭൂകമ്പങ്ങളുടെ പ്രാധാന്യം എന്ത്? ഇതിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കാം? നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ അറിയേണ്ടിയിരിക്കുന്നു. ജപ്പാനിലെ ക്യൂഷുവിന് തെക്കായി പസഫിക് റിംഗ് ഓഫ് ഫയറിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ സമൂഹമാണ് ടോക്കര. ലോകത്തിലെ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള മേഖലകളിൽ ഒന്നാണിത്. ഒന്നിലധികം ടെക്ടോണിക് പ്ലേറ്റുകൾ, അതായത് പസഫിക് പ്ലേറ്റ്, ഫിലിപ്പൈൻ സീ പ്ലേറ്റ്, യുറേഷ്യൻ പ്ലേറ്റ്, നോർത്ത് അമേരിക്കൻ പ്ലേറ്റ് എന്നിവ കൂടിച്ചേർന്ന ഒരു സങ്കീർണമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനത്താണ് ജപ്പാൻ നിലകൊള്ളുന്നത്. ഈ പ്ലേറ്റുകളുടെ നിരന്തരമായ ചലനങ്ങളും ഒറ്റയിടികളുമാണ് ജപ്പാനിൽ പതിവായി ഭൂകമ്പങ്ങൾ ഉണ്ടാവാൻ കാരണം. ടോക്കര ദ്വീപുകളും ഈ ടെക്ടോണിക് പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ഇവിടെയുള്ള റിയുക്യു ആർക്ക് പോലുള്ള അഗ്നിപർവ്വത ദ്വീപ് ശൃംഖലകളിൽ ഇടയ്ക്കിടെയുള്ള ഭൂകമ്പ കൂട്ടങ്ങൾ സാധാരണമാണ്. എന്നിരുന്നാലും നിലവിൽ ടോക്കരയിൽ അനുഭവപ്പെടുന്ന ഭൂകമ്പങ്ങളുടെ എണ്ണവും തീവ്രതയും അസാധാരണമാണ്. ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം ജൂൺ 21 ആരംഭിച്ച ഭൂകമ്പ പ്രവർത്തനങ്ങൾ ജൂൺ 23 അതിന്റെ ഉച്ചസ്ഥായിയിലെത്തി. ഒരു ദിവസം 183 ഭൂചലനങ്ങൾ രേഖപ്പെടുത്തി. ഷിൻഡോ സ്കെയിലിൽ കുറഞ്ഞത് ലെവൽ 1 രേഖപ്പെടുത്തിയ 1000-ലധികം ഭൂകമ്പങ്ങളാണ് ഈ വിദൂര ദ്വീപ് ശൃംഖലയെ പിടിച്ചുലച്ചത്. ഭൂരിഭാഗം ചലനങ്ങളും കുറഞ്ഞതോ മിതമായതോ ആയ തീവ്രതയിലായിരുന്നെങ്കിലും അവയുടെ തുടർച്ചയായ ആവൃത്തി ജനങ്ങളിൽ വലിയ ഭീതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സ്കൂളുകളും വീടുകളും ഓരോ മണിക്കൂറിലും കുലുങ്ങുന്നതിനാൽ പലർക്കും ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. മുൻകാലങ്ങളിലെ ഭൂകമ്പ കൂട്ടങ്ങളെ അപേക്ഷിച്ച് ഈ പരമ്പരയുടെ തീവ്രത വളരെ കൂടുതലാണ്. ഉദാഹരണത്തിന് 2023 സെപ്റ്റംബറിൽ ടോക്കരയിൽ 346 ഭൂകമ്പങ്ങളാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ നിലവിൽ അതിന്റെ ഏകദേശം 3 ഇരട്ടിയിലധികം ചലനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് 1995 കോബെ ഭൂകമ്പത്തിന് ശേഷമുള്ള ജപ്പാനിലെ ഏറ്റവും തീവ്രമായ ഭൂകമ്പ കൂട്ടങ്ങളിലൊന്നാണ്. ഈ അസാധാരണമായ പ്രവർത്തനം കൂടുതൽ വലിയൊരു ഭൂകമ്പത്തിന് മുന്നോടിയാകുമോ എന്ന ആശങ്ക ശാസ്ത്രജ്ഞർക്കിടയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഈ അസാധാരണമായ ഭൂകമ്പ പരമ്പരയുടെ കാരണം കണ്ടെത്താൻ ശാസ്ത്രജ്ഞർ തീവ്രമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കടലിനടിയിലെ വിള്ളലുകളിലൂടെ പുറത്തുവരുന്ന മർദ്ദവും പ്രദേശത്തെ സങ്കീർണമായ ഭൂമിശാസ്ത്ര ഘടനകളുമാണ് ഈ കൂട്ടം ഭൂകമ്പങ്ങൾക്ക് കാരണമെന്ന് വിദഗ്ധർ പ്രാഥമികമായി അനുമാനിക്കുന്നുണ്ട്. ടെക്ടോണിക് പ്ലേറ്റുകൾ കൂടിച്ചേരുന്ന മേഖലകളിൽ ഭൂമിക്കടിയിലെ പാറകളിൽ സമ്മർദ്ദം കൂടുകയും ഈ സമ്മർദ്ദം ചെറിയ വിള്ളലുകളിലൂടെ ഊർജം പുറത്തുവിട്ടുകൊണ്ട് ഭൂകമ്പങ്ങൾക്ക് കാരണമാവുകയും ചെയ്യാം. ചില വിദഗ്ധർ ഇത് അഗ്നിപർവ്വത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാകാമെന്നും സംശയിക്കുന്നുണ്ട്. ടോക്കര ദ്വീപസമൂഹത്തിൽ നിരവധി സജീവമായതും അല്ലാത്തതുമായ അഗ്നിപർവ്വതങ്ങളുണ്ട്. ഭൂമിക്കടിയിലെ മാഗ്മയുടെ ചലനങ്ങൾ ഉപരിതലത്തിൽ ഭൂകമ്പങ്ങൾക്ക് കാരണമായേക്കാം. എന്നിരുന്നാലും നിലവിൽ ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തിനുള്ള സാധ്യതയെക്കുറിച്ച് വ്യക്തമായ മുന്നറിയിപ്പുകളൊന്നും പുറത്തു വന്നിട്ടില്ല. ശാസ്ത്രജ്ഞർ ഈ പ്രതിഭാസത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട്. 7 ജനവാസമുള്ള ദ്വീപുകളിലായി ഏകദേശം 700ഓളം ആളുകളാണ് ടോക്കരയിൽ താമസിക്കുന്നത്. ഈ തുടർച്ചയായ ഭൂചലനങ്ങൾ അവരുടെ ദൈനംദിന ജീവിതത്തെ താളം തെറ്റിച്ചിരിക്കുന്നു. നിരന്തരമായ കുലുക്കം കാരണം ആളുകൾക്ക് ഉറങ്ങാനോ സമാധാനപരമായി ജീവിക്കാനോ കഴിയുന്നില്ല. ഇത് മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠയും വർദ്ധിപ്പിക്കുന്നുണ്ട്. ഷിൻഡോ ലെവൽ 6 ഭൂകമ്പം എത്തിയപ്പോൾ അകുസേക്കി ദ്വീപിലെ 89 താമസക്കാരെ ഒഴിപ്പിക്കാൻ അധികൃതർ ഉത്തരവിട്ടിരുന്നു. ഇത് പിന്നീട് പിൻവലിച്ചെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ വലിയൊരു ഭീതി നിറയ്ക്കാൻ ഈ സംഭവം കാരണമായി. വലിയ ഘടനാപരമായ നാശനഷ്ടങ്ങളോ സുനാമി മുന്നറിയിപ്പുകളോ നിലവിലില്ലെങ്കിലും ഭൂചലനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അഭയം തേടാനോ പലായനം ചെയ്യാനോ തയ്യാറാകണമെന്ന് അധികൃതർ താമസക്കാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ചെറിയ ദ്വീപുകളിലെ ജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ വളരെ വലുതാണ്. വൈദ്യസഹായം വൈകാൻ സാധ്യതയുണ്ട്. ദൂരക്കൂടുതൽ കാരണം ഒഴിപ്പിക്കൽ നടപടികൾ മന്ദഗതിയിലാകാം. കൂടാതെ വിഭവങ്ങളുടെ ലഭ്യതയും അടിസ്ഥാന സൗകര്യങ്ങളും പരിമിതമാണ്. ഈ ഘടകങ്ങളെല്ലാം ടോക്കരയിലെ ജനങ്ങളെ കൂടുതൽ അപകടാവസ്ഥയിലാക്കുന്നുണ്ട്. ജപ്പാൻ സർക്കാരും ഭൂകമ്പ ശാസ്ത്രജ്ഞരും ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഒരു കാര്യമുണ്ട്. അടുത്ത 30 വർഷത്തിനുള്ളിൽ നങ്കായി ട്രെഞ്ചിൽ ഒരു വിനാശകരമായ മെഗാ ഭൂചലനം അനുഭവപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നതാണ്. ഇത് 75% മുതൽ 82% വരെ സാധ്യതയുണ്ട്. ഈ സംഭവം സാമൂഹികവും സാമ്പത്തികവുമായ വ്യവസ്ഥകളെ വൻതോതിൽ ബാധിച്ചേക്കാമെന്നതിനാൽ ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ദുരന്ത നിവാരണ തയ്യാറെടുപ്പുകൾ വിപുലീകരിക്കുകയും
ഒഴിപ്പിക്കൽ കേന്ദ്രങ്ങൾ നിർമ്മിക്കുകയും പരിശീലനങ്ങൾ നടത്തുകയും അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്നും അധികൃതർ പറഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അധികൃതർ. നിലവിലെ ടോക്കരയിലെ ഭൂകമ്പ പരമ്പര വരാനിരിക്കുന്ന ഒരു വലിയ ഭൂകമ്പത്തിന്റെ മുന്നോടിയാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു. ശക്തമായ ഭൂകമ്പങ്ങൾക്ക് മുമ്പായി സമാനമായ ഇത്തരം അടുത്തടുത്തുള്ള ഭൂചലനങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നിരുന്നാലും ചരിത്രപരമായ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അവ സാധാരണയായി ആഴ്ചകൾ മുതൽ ഒരു മാസം വരെ അപ്രത്യക്ഷമാകാറുണ്ടെന്നാണ്. ഈ പരമ്പര എത്രകാലം നീണ്ടു നിൽക്കും, അല്ലെങ്കിൽ അത് കൂടുതൽ തീവ്രമായ ഒന്നിന് വഴിയൊരുക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ടോക്കരയിലെ ഈ ഭൂകമ്പ പരമ്പര ജപ്പാനും ലോകത്തിന് ചില പ്രധാന പാഠങ്ങൾ നൽകുന്നുണ്ട്.